നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് കത്തിച്ച് നശിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റി അടക്കം പറയുന്നത് ആരോ ഒരാൾ തീയിട്ടിട്ടുണ്ട്, ആരാണെന്നുള്ള അറിയത്തില്ല. അപ്പോൾ സെക്യൂരിറ്റിക്ക് അറിയാതെ ആരോ തീയിട്ടെന്നുള്ള അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം ഓട്ടോമാറ്റിക്കായിട്ട് അതല്ലെങ്കിൽ യാദർച്ഛയായി അബദ്ധത്തിൽ കത്തിയല്ലാതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അയാൾ പറയുന്നത് ആരാണെന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിനോട് എന്തെങ്കിലും വിരോധമോ ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തിവൈരാഗ്യമോ സമൂഹ വിരുദ്ധരായിട്ടുള്ള ആളുകളോ അതല്ലെങ്കിൽ ആ പ്രദേശവാസികൾ ആരെങ്കിലും ആവും ഇട്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഇതിന് വ്യക്തിവൈരാഗ്യമുള്ള ആരെങ്കിലും എന്തെങ്കിലും സ്കൂളൊക്കെ ആവും പല പ്രശ്നങ്ങളും ഈ വിവാദങ്ങളും ഉണ്ടാവുമല്ലോ. അതായത് കുട്ടികളുടെ പഠിപ്പിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഈ രക്ഷിതാക്കൾ വരുമ്പോൾ മോശമായിട്ട് എന്തെങ്കിലും അഭിപ്രായം കുട്ടി അങ്ങനെ മോശമാണെന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും രീതിയിൽ സ്കൂളിന് പ്രകോപനപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതാരെങ്കിലും ചെയ്തതോ. പിന്നെ ഇത് അവിടെ മെയിനായിട്ട് അവിടെ CCTV ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വരുന്നത്. ആരാണെന്നുള്ള CCTV ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം. ഇത് പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവർ പരാതി കൊടുത്തപ്പോൾ പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CCTV നോക്കാം. ആ CCTVയിൽ അറിയാം ആരെന്നുള്ള. അപ്പോൾ അവിടുത്തെ മാനേജരാണെന്ന് തോന്നുന്നു ഒരാൾ ഏഷ്യാനെറ്റ് 24 ന്യൂസിനോട് പറയുന്നുണ്ട് അവരുടെ CCTV ഇല്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോഴും അറിയാത്തതിൻ്റെ ഒരു വിഷയം. അതെ, അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ആ സെക്യൂരിറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് കത്തി അങ്ങനെ പിടിക്കാൻ സാധ്യതയില്ല, ഇത് ആരോ തീയിട്ടതാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ട്രാവലറടക്കം 3 ബസ്സുകളോ 4 ബസ്സുകളോ ഉണ്ട്. അതിലൊരു ട്രാവലർ അത് കുറച്ച് ദൂരത്തപ്പുറത്ത് വേറെ സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് ആ ബസ്സിൻ്റെ ഇപ്പുറത്ത് തന്നെ നിന്നിരുന്നു. ആ ട്രാവലർ അവിടുന്ന് ഇങ്ങോട്ട് ആരോ ഓടിച്ച് കൊണ്ടുവന്നിട്ട് ഇടിപ്പിച്ചതെന്ന് പറയുന്നു. ഇടിച്ച് അങ്ങനെ തീ പടർന്നതെന്ന് പറയുന്നുണ്ട്. ആ ട്രാവലർ അവിടെ നിന്ന് സ്ഥലത്തു നിന്ന് ഇപ്പുറത്താണ് നിൽക്കുന്നത്. അതും ആ ദൃശ്യത്തിൽ കാണാം. നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇതാരാണ് എന്താണ് ചെയ്തതെന്നുള്ള അറിയത്തില്ല. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ വൻ തീപിടുത്തം. തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ബസ്സുകൾക്കാണ് തീപിടിച്ചത്. 3 സ്കൂൾ ബസ്സുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ബസ് ആരോ കത്തിച്ചതെന്ന് സ്കൂൾ സെക്യൂരിറ്റി 24നോട് പറഞ്ഞു. ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടും ആ സൈഡും കത്തി തുടങ്ങി. ഒരു സൗണ്ട് കേട്ട് കഴിക്കുമ്പോൾ ഇതാ കാണുന്നത്. എന്താ ഒരു സംശയം, ഇതൊരു സ്വാഭാവികമായി കത്തിയാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഈ വണ്ടി അവിടെ കിടന്നാണല്ലോ, ഈ ട്രാവലർ ആ ഭാഗത്ത് കിടന്ന വണ്ടി അത് ഓടി വന്നിട്ട് ഇതിൽ കൂടി ഇടിച്ചു നിർത്തിയേക്കാണ്. 3 ബസ് പൂർണ്ണമായും കത്തി, 1 ബസ് ഭാഗികമായിട്ടും കത്തി. മേഘന മുരളിയാണ് സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നത്. മേഘന, ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? തീയിട്ടത് ആരാണെന്നാണ് സെക്യൂരിറ്റി പറയുന്നത്. എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടെത്തിയതായി സെക്യൂരിറ്റി പറയുന്നുണ്ടോ? ചെങ്കോട്ടുകോണത്ത് ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 3 ബസ്സുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സെക്യൂരിറ്റിയുടെ പ്രതികരണം തന്നെയാണ്. സെക്യൂരിറ്റി പറയുന്നത് ഇത് സ്വാഭാവികമായി കത്തിച്ചതല്ല അല്ലെങ്കിൽ കത്തിയതല്ല എന്നുള്ളതാണ്, മറിച്ച് ആരോ തീയിട്ടത് അല്ലെങ്കിൽ ആരുടെ ഒരു കൈ പുറകിലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും സെക്യൂരിറ്റി പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 3 സ്കൂൾ ബസ്സുകളാണ്. 3 ഇവിടെ ദിവസവും കുട്ടികളെ എടുത്തുകൊണ്ടിരുന്ന സ്കൂൾ ബസ്സുകളാണ്. ആ 3 സ്കൂൾ ബസ്സുകളും പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബസ് ഭാഗികമായി കത്തിയ നിലയിലും കാണുന്നുണ്ട്. അതിൽ 5 ബസ്സുകളാണ് ഈ നിരയായി ഇവിടെ നിർത്തിയിട്ടിരുന്നത് എന്നുള്ളതാണ് സെക്യൂരിറ്റി പറയുന്നത്. അതിനുശേഷം ചാക്കയിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നു. പിന്നീടാണ് ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. അരമണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോഴേക്കും ഈ സ്കൂൾ ബസ്സുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാൻ നിർത്തിയിട്ടിരുന്നത് ആ മറ്റ് സൈഡിലോട്ട് ഈ ഇപ്പുറത്തുള്ള സൈഡിലേക്കാണ് ഈ വാൻ നിർത്തിയിട്ടത് എന്നുള്ളതാണ് പ്രധാനമായും സെക്യൂരിറ്റി പറയുന്നത്. ഈ വാൻ ഇവിടെ നിന്ന് ഓടിച്ച് ആരോ അവിടേക്ക് കൊണ്ടുവച്ചു എന്നുള്ളതാണ് സെക്യൂരിറ്റി പറയുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു അടിമുടി ദുരൂഹതയുണ്ട്. സെക്യൂരിറ്റി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഇതിലൊരു അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ വാൻ അവിടെ നിന്ന് വാനാണ് ഇവിടേക്ക് ഓടിയെത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു മൂവ്മെന്റ് ഈ വാനിന് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരവും ഇവിടെ CCTV ക്യാമറ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ പോലീസുമായി
ബന്ധപ്പെട്ടപ്പോൾ CCTV പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇവിടെ CCTV ഇല്ല എന്നുള്ളതാണ്. മറ്റു പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. ചേട്ടാ, സ്വാഭാവികമായി കത്തിയതാണെന്നാണോ തോന്നുന്നത്? അല്ല, ഇതെന്തോ അട്ടിമറിയുണ്ട്. എൻ്റെ പിന്നിലൊരു വലിയൊരു അട്ടിമറിയുണ്ട്. എപ്പോഴും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് തന്നെ എല്ലാം റണ്ണിങ്ങിൽ ആയിട്ടുള്ള ബസ്സുകളാണ്. വാൻ അവിടെ കിടന്നതാണ്. വാൻ ഏകദേശം 10 മീറ്റർ അതാ കാണുന്നത്. പുറത്ത് നിന്ന് ആരെങ്കിലും എത്തിയതായിട്ട് അല്ല, പുറത്തൊന്നും ആരും വന്നിട്ടില്ല. എങ്ങനെയാ ഒരു അട്ടിമറി സാധ്യത? അത് സംശയമുണ്ട്. അല്ല, അവിടെ കണ്ട വണ്ടി കണ്ട വന്ന് ഇടിച്ച് നിൽക്കത്തില്ലല്ലോ. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോ? അങ്ങനെയാണ് സ്കൂൾ മാനേജ്മെന്റും സെക്യൂരിറ്റിയും ആരോപിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് കണ്ടില്ലേ? അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതിന് വ്യക്തമായൊരു അന്വേഷണം വേണം. ഇത് സമൂഹ വിരുദ്ധര് തന്നെയാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും വല്ല ഗുണ്ടാ ടീമോ അങ്ങനെ ആരെങ്കിലും ഈ തിരുവനന്തപുരമൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ ഇടയിലിടയിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം ഏരിയ തന്നെയാണ്. കാരണം തിരുവനന്തപുരത്തെ പറ്റി നമുക്കറിയാമല്ലോ. കാരണം അത്ര വെടിപ്പുള്ള സ്ഥലമൊന്നും അല്ല ഈ തിരുവനന്തപുരം. ചളയ പുള എന്നുള്ള സംസാര രീതിയൊക്കെയാണ് അവിടെ. അപ്പോൾ അവിടുത്തെ പിന്നെ ആ രീതികൾ കണ്ടാൽ തന്നെ അവിടെയൊക്കെ ഒരുപാട് അക്രമവാസനയുള്ള വ്യക്തികൾ, പരിസരവാസികളും അതുപോലെ സമൂഹ വിരുദ്ധരും ഈ ബാറിൽ വരുന്ന മദ്യപാനികളൊക്കെ ഉള്ള ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥിരം ഒരു അങ്ങനെ എന്താ എല്ലാ സ്ഥലത്തും ഇല്ല കേട്ടോ. സ്ഥിരം ഈ അങ്ങനെയുള്ളൊരു പ്രദേശങ്ങളിലൊക്കെ ആവും ചിലപ്പോൾ ഈ സ്കൂൾ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇതിനാരെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ മതി. അപ്പോൾ അതിന് എന്തെങ്കിലും ഇവർക്ക് ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അത് ഊതി പെരുപ്പിച്ച് വലുതാക്കിയിട്ട് അത് ഇതാക്കുന്നതാണല്ലോ പ്രശ്നം. അപ്പോൾ ആ സ്കൂൾ മാനേജരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കത്തിപ്പിടിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വർത്തമാനത്തിൽ അങ്ങനെ തീ ഇട്ടതാകാൻ സാധ്യത എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ സെക്യൂരിറ്റി പറയുന്നത് പോലെ തന്നെ അയാൾ അത്ര ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ സെക്യൂരിറ്റിക്ക് തീ ഇട്ടാന്ന് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ആരാണ് എന്താണ് ചെയ്തതെന്ന് അയാൾക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഇതാരാന്നുള്ളത് തിരഞ്ഞു പിടിക്കാൻ പറ്റത്തില്ല. നേരെ പറഞ്ഞു CCTV ഉണ്ടെന്നുണ്ടെങ്കിൽ അതറിയാം. ഇനി റോഡിൻ്റെ സൈഡിലോ ഈ സ്കൂളിൻ്റെ സൈഡിലോ ഏതെങ്കിലും കടകളോ സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വല്ല CCTV ഉണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്ത് നോക്കി ചിലപ്പോൾ അതിൽ കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഇതിന് ഏതൊരു സ്ഥാപനമാണെങ്കിലും CCTV ഉള്ളതെന്നല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ യഥാർത്ഥ പ്രതിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് വളരെ മോശമായി, ഒരു സ്കൂളിനോടൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു വിദ്യാലയമാണ്, സ്കൂളുകൾ പഠിക്കുന്ന പിന്നെ ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ തുണ്ടത്തിൽ സ്കോട്ടിഷ് സ്കൂൾ അങ്ങനെ എന്തോ അങ്ങനെയാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് ഈ ആക്രമണം നടന്നത്. 3ഓളം ബസ്സുകൾ കത്തി നശിച്ചിട്ടുണ്ട്. ഒരു വണ്ടി ഒരു വണ്ടി ഭാഗികമായിട്ട് ബാക്കിയുള്ളതൊക്കെ 3 എണ്ണം ഫുള്ളായിട്ട് മുഴുവനായിട്ട് കത്തി നശിച്ചിട്ടാണ് പറയുന്നത്. 3 ബസ്സോ 4 ബസ്സോ പറയുന്നത്. അപ്പം എന്തായാലും ഇതിൻ്റെ പുറകിൽ കളിച്ച ആളെ ഈ പിന്നെ കൊണ്ടുവരണം, വെളിച്ചത്ത് കൊണ്ടുവരണം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെയാണ് ഒരാഴ്ച ആയിട്ടില്ല, 3 ദിവസം മുന്നേ തിരുവനന്തപുരത്ത് തന്നെ അവിടെ ഒരു സ്ഥലത്ത് ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ വണ്ടി അടിച്ചു തകർത്ത് അവിടെ ഈ മൈക്ക് സെറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല തോന്നുന്നു. ഒരു മൈക്ക് സെറ്റ് അതുപോലെ അതിൻ്റെ ഈ തബല മറ്റുള്ള ഗിറ്റാറ് അതുപോലുള്ള ഹാർമോണിയം സാധനങ്ങൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ അടിച്ച് തകർത്തായിട്ട് പരാതി വന്നിട്ട് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. അതും ഒരു കേസായിട്ട് കിടക്കുന്നുണ്ട്. അതും എന്തോ ഒരു നിസ്സാര പ്രശ്നമാണ്, ഒരു വാക്കേറ്റത്തിൽ ചൊല്ലിക്കൊണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടെ സ്ഥിരം ഒരു മേഖലയാണ്. ഇപ്പോൾ പഴയ പോലുള്ളൊന്നല്ല, ആളുകൾക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അടിച്ച് തകർക്കുക അല്ലെങ്കിൽ കൊല്ലുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ പോലീസ് ജാഗരൂകരായിട്ട് തന്നെ നിൽക്കണം. കാരണം ഇവനെയൊക്കെ ഒതുക്കണം. കാരണം ഇവനൊന്നും ഇങ്ങനെ വിളഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ജനങ്ങൾക്ക് ജീവിക്കണ്ടേ, എൻ്റെ കുട്ടികൾക്ക് പഠിക്കണ്ടേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.